ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലെ ബൈന്ദൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് കർണാടകയിലെ പുണ്യഭൂമിയായ കൊല്ലൂർ മൂകാംബികയിലാണ്. എൻ്റെ മോളുടെ വിദ്യാരംഭത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മളൊരു ടാക്സി വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് കൊല്ലൂരിലേക്ക് നല്ലൊരു ദൂരമുണ്ട്, അതുകൊണ്ട് ടാക്സി പിടിക്കുന്നതാണ് ഏറ്റവും സുഖം കേട്ടോ. നമ്മൾ ടാക്സിയിൽ കൊല്ലൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല പച്ചപ്പും ഭംഗിയുള്ള കാഴ്ചകളും. അങ്ങനെ നമ്മൾ മൂകാംബിക എത്തി കേട്ടോ. ഇതാണ് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിലെ ബാക്ക് വശമാണ് കേട്ടോ. ഫ്രണ്ട് വശം അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള മഹാലക്ഷ്മി റെസിഡൻസി എന്ന ഹോട്ടലിലാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഇത്രയും അടുത്ത് റൂം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ദർശനത്തിന് പോകാൻ ഇത് വളരെ എളുപ്പമാണ്. അമ്പലത്തിൻ്റെ പിൻഭാഗത്ത് വഴിയിലൂടെയാണ് മുന്നിലോട്ട് നടക്കുന്നത് കേട്ടോ. മൂകാംബികയിൽ വരുന്ന ഭക്തർക്ക് ഈ വഴി വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കാണുന്ന മഹാലക്ഷ്മി റെസിഡൻസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. മൂകാംബികയിൽ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഹോട്ടലാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിന് തൊട്ടടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേഗത്തിൽ അമ്പലത്തിൽ പോയി വരാൻ പറ്റും. ഇവിടുത്തെ റൂമുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ളതും സൗകര്യപ്രദവുമായ റൂമുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കുടുംബത്തോടൊപ്പം വരുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഹോട്ടലിൻ്റെ താഴെ നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല. നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചത് ഗീപ്പൊടി ദോശയാണ് കേട്ടോ. നെയ്പ്പൊടി ദോശ എന്നൊക്കെ പറയും, അവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞൊരു ഹോംലി ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഇഡ്ഡലിപ്പൊടി ദോശയാണ് കേട്ടോ. രണ്ടും എന്താ പറയുക, സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ദൂരെയൊക്കെ പോകുമ്പോൾ ഒരു ടെൻഷനാണ്, കാര്യം ഫുഡിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ ടെൻഷനൊക്കെ വെറുതെയാണ്. അത്ര സൂപ്പറായിരുന്നു കേട്ടോ. മൂകാംബികയിൽ വരുമ്പോൾ ഇവിടുത്തെ ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ മോളും നല്ല കുളിച്ചൊരുങ്ങി ഇത് അമ്പലത്തിലോട്ട് പോകാൻ നടക്കുവാണ് കേട്ടോ. ഇതാണ് സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സന്നിധി. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വിദ്യയുടെ ആധിപതിയായ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തി. സരസ്വതി മണ്ഡപത്തിൽ വെച്ച് മോളെ അക്ഷരം കുറിക്കാനിരുത്തി വിദ്യയുടെ ആധിപതിയായ മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ മോളുടെ വിദ്യാരംഭം നടത്താൻ കഴിഞ്ഞത് വലിയൊരു പുണ്യമായി കരുതുന്നു. അവളുടെ ആ ഒരു തുടക്കം അമ്മയുടെ അനുഗ്രഹത്തോട് തന്നെ തുടങ്ങാൻ പറ്റിയട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നു കണ്ടു. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിലെ ഉൾഭാഗവും ചുറ്റുമുള്ള കാഴ്ചകളും. ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് അനുഭവിച്ച് തന്നെ അറിയണം. ഭക്തജനങ്ങളുടെ തിരക്കുണ്ടെങ്കിലും മനസ്സിന് നല്ലൊരു സമാധാനമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിലെ ശീവേലി കാഴ്ചകളാണ്. ഭഗവതിയുടെ തിടം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണം കാണാൻ തന്നെ വലിയൊരു പുണ്യമാണ് കേട്ടോ. വാദ്യമേളങ്ങളുടെയും ചെണ്ടയുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വലിയൊരു ഉന്മേഷം തോന്നുന്നുണ്ട്. ഭക്തജനങ്ങളുടെ തിരക്കിനിടയിലൂടെ ഭഗവതി എഴുന്നള്ളത് കാണാൻ ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. സാധാരണമായി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ ശീവേലി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ദേവിയെ ദർശിക്കാനായി ഭക്തർ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ. സാധാരണ ഇവിടെ വലിയ തിരക്കുണ്ടാവാറുണ്ട്, പക്ഷേ ഞാൻ കയറിയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റി. പക്ഷേ സമയം കഴിയും തോറും ആളുകൾ കൂടി വരുന്നത് കാണാം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തർ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തു നിൽക്കാറുണ്ട്. അമ്മയുടെ ആ ഒരു ചൈതന്യം നിറഞ്ഞ രൂപം കാണാൻ വേണ്ടി നമ്മൾ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കാൻ തയ്യാറാകും. അത്രയും പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. സാധാരണ വെക്കേഷൻ സമയത്തോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ക്യൂ നിന്ന് ദർശനം കിട്ടാൻ തന്നെ മണിക്കൂറോളം എടുക്കും. പക്ഷെ ഞാൻ ഈ സമയത്ത് പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സമാധാനമായി ദർശനം നടത്താനും മോളെ അക്ഷരം കുറിക്കാനും ഒക്കെ പറ്റി. അതുകൊണ്ട് മൂകാംബികയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവർ തിരക്കില്ലാത്ത ഇത്തരം സമയങ്ങൾ നോക്കി വരുന്നത് നന്നായിരിക്കും. നമുക്ക് മനസ്സ് നിറയെ പ്രാർത്ഥിക്കാനും അമ്പലത്തിലെ ഓരോ കാഴ്ചകൾ ആസ്വദിക്കാനും ഈ സമയമാണ് ഏറ്റവും നല്ലത്. പലർക്കുമുള്ള സംശയമാണ് എന്തുകൊണ്ടാണ് എല്ലാവരും മൂകാംബികയിലേക്ക് വരുന്നതെന്ന്. അറിവിൻ്റെ ദേവി, വിദ്യയുടെയും കലകളുടെയും അധിപതിയായ സരസ്വതി ചൈതന്യം കുടികൊള്ളുന്ന ഇടമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ആദ്യമായി അക്ഷരം കുറിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമായി ഇത് കരുതപ്പെടുന്നു.
സാക്ഷാൽ ആദി ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ പുണ്യഭൂമിയാണിത്. അദ്ദേഹം പ്രതിഷ്ഠിച്ച പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഒരേ സമയം ലക്ഷ്മി, പാർവതി, സരസ്വതി എന്നീ 3 ദേവിമാരുടെയും സാന്നിധ്യമുള്ള അപൂർവ ക്ഷേത്രമാണിത്. ഇവിടെയുള്ള ജ്യോതിർലിംഗത്തിൽ ത്രിമൂർത്തികളും ത്രിശക്തികളും വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ പാട്ടുകാർ, നർത്തകർ, എഴുത്തുകാർ തുടങ്ങിയ കലാരംഗത്തുള്ളവർ തങ്ങളുടെ അരങ്ങേറ്റം കുറിക്കാനും അനുഗ്രഹം വാങ്ങാനും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി, നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ അന്നദാനം കഴിക്കാനായി പോയി. മൂകാംബിക അമ്പലത്തിൽ വരുന്നവർക്ക് അവിടെ അന്നദാനം ഉണ്ടാവാറുണ്ട്. ഞങ്ങളും അവിടെ പോയി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇതാണ് ഇവിടുത്തെ അന്നദാന ഹാള്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ കുറച്ച് പേർ മേശയിലിരുന്നും തറയിലൊക്കെ ഇരുന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും വളരെ ശാന്തമായാണ് ഇരിക്കുന്നത്. തിരക്കില്ലാത്ത സമയം ആയതുകൊണ്ട് ആർക്കും ഒന്നിനും ഒരു ധൃതിയില്ല. ഇങ്ങനെ എല്ലാവരും സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ക്യൂ ആയിരിക്കും. എന്തെങ്കിലും വിശേഷ ദിവസം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതേപോലെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് അന്നദാനം കഴിക്കാൻ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അമ്പലത്തിലെ പ്രസാദ ഊണ് കഴിച്ച ശേഷം പുറത്തുള്ള കടകളിലൊക്കെ ഒന്ന് കയറി. ഒരുപാട് ചെറിയ കടകളുണ്ട് അവിടെ. അപ്പോൾ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്നു. കടകളിലൂടെ ചുറ്റി നടന്നു വരുമ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്ന ശ്രീ ബാലമുരി ഗണപതി ക്ഷേത്രം കാണാം. മൂകാംബികയിൽ വരുന്നവർ സാധാരണയായി ഇവിടെയും ദർശനം നടത്താറുണ്ട് കേട്ടോ. കടകൾക്കിടയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടി വാങ്ങി വേണം നമ്മുടെ ദർശനം പൂർത്തിയാക്കാൻ. അപ്പോൾ ഇന്നത്തെ മൂകാംബിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മോളുടെ അക്ഷരം കുറിക്കലും ദർശനമൊക്കെ ഭംഗിയായി നടന്നു. മൂകാംബികയിലെ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇവിടുത്തെ മറ്റു ക്ഷേത്ര വിശേഷങ്ങളും കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.